അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ന്യൂസ് ഹാക്കറുടെ. അപ്പോൾ ഇതിൽ ഒരാളുടെ വാട്സപ്പ് ചാറ്റിങ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സലാം പറയുന്നത് ഇത്രയും വലിയ തെറ്റാണോ? എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റുകൾ പറയുക. ഓക്കെ. എന്റെ തീട്ടം നിന്ന് ജീവിക്കാന്നുള്ള പറയണത്. എന്റെ തീട്ടം നിന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് റോട്ടിൽ ഇറങ്ങിയാണ്ട് പിച്ച തണ്ടാണ് തള്ളച്ച് പിച്ച തണ്ടിയിട്ട് ജീവിക്കണതിന് അതിനൊരു അന്തസ് ഉണ്ടാവും. അന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് തിന്നുന്നതിനേക്കാൾ നല്ലത് എന്തിയാണ് പിച്ച തണ്ടി ജീവിക്കാണ്. പിന്നെ ഞാൻ എനിക്കെതിരെ ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് വരുന്ന വരുമാനം ഉണ്ടല്ലോ, അത് കുറച്ച് ആളുകൾ എനിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ, ആ ആളുകൾക്ക് ആ കേസിന്റെ ചെലവിലേക്ക് ഞാൻ ഈ പൈസ കൊടുക്കുന്നുണ്ട്. ഇതിന് കിട്ടുന്ന പൈസ ഞാൻ അയക്കാണ് കൊടുക്കുന്നത്. ഇനി അതും കൂടെ എന്നോട് പറയാണ്. കാരണം എന്റെ ഈ പച്ചത്തീട്ടം നിന്നിട്ട് അല്ലെങ്കിൽ അനക്കെതിരെ എന്തെങ്കിലും വീഡിയോകൾ ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് 10 രൂപ വേണ്ട, അങ്ങനെ കിട്ടുന്ന പൈസ ഇക്ക് ദഹിക്കൂല. എന്റെ മക്കൾക്ക് ആർക്കും തിന്നാൻ കൊടുക്കാൻ എനിക്ക് താല്പര്യമല്ല. മനസ്സിലായോ തളച്ച്? ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതി ആശയം ഉണ്ടെങ്കിൽ പറയാൻ കേൾക്കാം. പകരം എന്റെ വേറെ ബോർഡ്സ് എടുത്തിട്ട് എത്രയോ ദിവസമായി കൊടുത്ത് എന്റെ വേറെ ബോർഡ്സ് എടുത്ത് പച്ച അപരാധം പറയുന്നത് ഞാൻ എന്താണ്? ഞാൻ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ട് നിയമ വ്യവസ്ഥയാണ് ഞാൻ വിശ്വസിക്കുന്നത്, കൊണ്ട് കൊടുത്തിട്ടുണ്ട്, CMD ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും പറയാനില്ല. അവരുടെ എവിടെയാണോ അവ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ ലോക്കൽ സ്റ്റേഷനിൽ ഇൻഫോം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞാൻ അന്വേഷിക്കുന്നത്. അതിന്റെ കൂടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നാട്ടി വെച്ചാൽ ഞാനെന്ന വ്യക്തി മാത്രമല്ല അപമാനിക്കുന്നത്, സ്ഥിരമായി സ്ത്രീകളെ അപമാനിക്കുന്നവരാണ് ജിനു. സ്ഥിരമായി സ്ത്രീകളെ ഇജൊക്കെ ഒരു സ്ത്രീയാണോ? സ്ത്രീകളത്ത് പെട്ടതാണോ ഇജൊക്കെ? തള്ളച്ച് അന്നെ പോലെ സ്ത്രീവേഷം കെട്ടി നടക്കുന്ന ഹിജിടകളെ എന്ത് ചെയ്യലുണ്ട്? ഞാൻ എടുത്തിട്ട് കൊടയാറുണ്ട്. അന്നെ പോലെ സ്ത്രീവേഷം കെട്ടിയിട്ട് പച്ചക്ക് വർഗീയതയും മറ്റുള്ളവർക്കെതിരെ പച്ച നുടകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഞാൻ എന്ത് ചെയ്യലുണ്ട്? നല്ല എടുത്തിട്ട് കൊടയാറുണ്ട്, നല്ല ഊക്കലും ഉണ്ട്. അതിന് ഒരു സംശയമല്ല. അത് സ്ത്രീവിരുദ്ധതയായിട്ടല്ല, അത് എന്ത് അറിയോ, സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ ഇതിന്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആ വീഡിയോ കിടക്കുന്നുണ്ട്. അമ്മമാർക്ക് വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തിൽ ശബ്ദിച്ച ഒരു വ്യക്തി ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ മാത്രമായിരിക്കും. പണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു വിഷയം വന്നപ്പോ എന്തിട്ടുണ്ടായിരുന്നു? അച്ഛന് അമ്മയുടെ സ്ഥാനവും അമ്മക്ക് അച്ഛന്റെ സ്ഥാനവും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അത് കേരളത്തിലുള്ള മുഴുവൻ അമ്മമാരോടും ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും ആ ഒരു ഉപ്പിൽ പച്ചക്ക് വർഗീയത പറയുന്ന വ്യക്തികളാണ് ഇവര്. പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന ഷെഡ്ഡി താങ്ങി രഘു എന്ന് പറയുന്ന പുന്നാര മോനെ കളവ. ഇത്രത്തോളം വയസ്സായില്ലേ, കുയ്യക്ക് കാലിട്ടാൻ അതിലൂടെ ചെങ്ങായി. ഇനിയെങ്കിലും ഒന്ന് മനുഷ്യനെ പോലെ ജീവിച്ചാൽ നോക്കിക്കൂടെ? ഈ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതും നമസ്കാരം എന്ന് പറയുന്നതും നമസ്തേ എന്ന് പറയുന്നതും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുന്നതൊക്കെ അതൊക്കെ അവനവന്റെ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന രഘുവിനൊക്കെ കുരു പൊട്ടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ എത്രത്തോളം ഉണ്ട് ഇവരുടെ ഒക്കെ മനസ്സിലെ വർഗീയത എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയും. ഇതിന് മുൻപ് ഞാനൊരു വോയിസ് പബ്ലിഷ് ചെയ്തിരുന്നു. രഘു പറയുന്ന കാര്യം തന്നെ എന്താ പറഞ്ഞത്? ഒരു മുസ്ലിം ആയ വ്യക്തിയുടെ കടയിൽ കയറിയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അത് മുസ്ലിം ആണ് അല്ലെങ്കിൽ മുറിയണ്ടി ആണ് എന്ന് അറിഞ്ഞപ്പോ അവന് വായിൽ വിരലിട്ട് ഛർദിച്ച് ആ നാരങ്ങ വെള്ളം പുറത്തോട്ട് കളഞ്ഞു എന്നാണ് ഇപ്പം പറഞ്ഞ വോയിസ്. അതിന്റെ മുൻപുള്ള വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ആ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന വർഗീയത പറയുന്നതും മനുഷ്യരെ പച്ചക്ക് തല്ലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഈ പറയുന്ന ഷെഫീനയും കൂട്ടരുമാണ് എന്നുള്ള കാര്യത്തിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? ഇതൊക്കെ ഷെഫീനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചാറ്റുകളാണ്. അതിൽ പച്ചക്ക് വർഗീയതയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകള്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ തടി താത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നിങ്ങൾ ആരൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് എന്റെ കയ്യിൽ അതിന്റെ സ്ക്രീൻ വീഡിയോ റെക്കോർഡ് ഉണ്ട്. അപ്പൊ ആരൊക്കെ അതിലേക്ക് ജോയിൻ ചെയ്ത് വരുന്നത്, ആരൊക്കെ അതിൽ നിന്ന് എക്സിറ്റ് ആക്കി പോകുന്നു എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് സ്ക്രീൻ വീഡിയോ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് കണ്ടുനോക്കിയും. ഈ സാധനം അവളെ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻ വീഡിയോയും എന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നന്നു എന്നുള്ളത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ ഒക്കെ പുറകില് ആളുകൾ വഴിയെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ